അതായത് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു നിയമവ്യാഖ്യാനം ഇവിടെ നടത്തിയത് തിരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. കാരണം ചാപ്റ്റർ 5 ട്രേഡ് ഓഫ് ഓർ കോമേഴ്സ് ഇൻ വൈൽഡ് അനിമൽസ്, അനിമൽ ആർട്ടിക്കിൾസ് ആൻഡ് ട്രോഫീസ്, ഈ ചാപ്റ്ററിന്റെ കീഴിലാണ് സെക്ഷൻ 39 വരുന്നത്. 39 വൈൽഡ് അനിമൽസ് എക്സെട്ര ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റീവ് അനിമൽസ് ആണ്, എക്സെട്ര ടു ബി ഗവൺമെന്റ് പ്രോപ്പർട്ടി. അതിനകത്താണ് പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ഇത് വരുന്നത്. പക്ഷെ എപ്പോഴാ അതിനോടൊരു ക്രൂവൽറ്റി കാണിച്ചാൽ ആ ക്രൂവൽറ്റി കാണിച്ചതിനെ പിടിച്ച് അത് കാരണം എന്നാൽ വേർ എനി സച്ച് ഗവൺമെന്റ് പ്രോപ്പർട്ടി ഈസ് എ ലൈവ് അനിമൽ, the state government shall ensure that it is housed and cared by a recognized zoo or rescue center when it cannot be released to the natural habitat. അല്ല ചുമ്മാ പോയി ആ കാട്ടിക്കിടക്കണ ആനയെ പിടിച്ച് സൂവിലടയ്ക്കാം, അല്ലെ കൂട്ടിലടയ്ക്കാം, ഈ കോടനാട് പോലെയുള്ള ക്യാമ്പിലടയ്ക്കാമെന്ന് നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം പറയുന്നത് അതിനോടൊരു ക്രൂവൽറ്റി കാണിച്ചാൽ അത് ക്യാപ്റ്റീവ് അനിമൽസിന്റെ കാര്യത്തിലാണ് കൂടുതൽ. ഇപ്പൊ നാട്ടാനയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു തർക്കം വന്നിട്ടുണ്ട്. ഗുരുവായൂരെ ആനയുടെ കാര്യത്തില് ഞങ്ങൾ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ കാണിച്ച ക്രൂരതയില് ആ ആന ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. എന്നുവെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ആയതുകൊണ്ടല്ല, എവരി അനിമൽ ഈസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നാണ് നിയമം വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിനെ പിടിച്ചെടുക്കണമെന്നാണ്, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ തെറ്റായിട്ട് നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളുണ്ട്. പിന്നെ ഇപ്പൊ താങ്കൾ ചോദിച്ച കാര്യം, ഈ കുഴപ്പക്കാരായ മൃഗങ്ങൾ എന്ന് നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ കാരണക്കാരാരാ? പലപ്പോഴും മാൻമെയ്ഡാണ്. ഇക്കാര്യത്തിൽ മനുഷ്യനിർമ്മിതമായ കുഴപ്പങ്ങളാണ് വന്യമൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ പോലെ ഇത് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനൊന്നും സാധിക്കില്ല. അതിന്റെ റിയാക്ഷൻ വേറെ ആയിരിക്കും. ഉദാഹരണം നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, വനത്തിനുള്ളിൽ ഭക്ഷണത്തിൻ്റെതായ ഒരു വലിയ പ്രശ്നമുണ്ട്. വളരെ വലിയ പ്രശ്നമാണത്. കാരണം നമ്മൾ നോക്കുമ്പോൾ അവിടെ പച്ചപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഈ പച്ചപ്പ് പലതും എക്സോട്ടിക് സ്പീഷീസുകളാണ്. അതായത് അധിനിവേശ സസ്യങ്ങളും അധിനിവേശ ജീവികളുമാണ് പലപ്പോഴും വനത്തിനുള്ളിലുള്ളത്. ഇത് നമ്മുടെ തനത് വന്യജീവികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ അടുത്ത കാലത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രദേശമായിരുന്നല്ലോ നമ്മുടെ മൂന്നാറിനടുത്തുള്ള പ്രദേശങ്ങൾ. അവിടെ നല്ല പുൽമേട്ടിലാണ് അക്വേഷ്യം യുക്കാലിയും കൊണ്ട് കൃഷി ചെയ്തത്. അതോടുകൂടി ആ പുൽമേട് പോയി. പുൽമേട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മേഞ്ഞു നടന്നിരുന്ന ആനകള് പുറത്തേക്ക് ഇറങ്ങി. അതിന് ആനയാണോ കുറ്റം പറയേണ്ടത്? പുൽമേട് തകർത്ത് ഈ പേപ്പറുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഇൻഡസ്ട്രി ലോബിക്ക് വേണ്ടിയിട്ട് അക്വേഷ്യം യൂക്കാലിപ്സും കൃഷി ചെയ്തവരെയാണോ പറയേണ്ടത്? അതാണ് സംഭവിച്ചത്. ഇപ്പൊ അതേപോലെ നിരവധി, അത് ഇവിടെ മാത്രമല്ല, മൂന്നാർ മേഖലയിൽ മാത്രമല്ല, വ്യാപകമായിട്ട് കേരളത്തിലെമ്പാടും യൂക്കാലി കൃഷി ചെയ്തുകൊണ്ട് ഇതേപോലെയുള്ള സസ്യമുക്കുകളായ ജീവികളുടെ ആഹാരത്തെ തകിടം മറിച്ചിട്ടുണ്ട്. അതൊരു കാരണമാണ്. അതേപോലെ ആവാസ വ്യവസ്ഥയിൽ മറ്റൊന്നാണ് ഈ കണ്ടിന്യൂഷൻ ഓഫ് ഫോറസ്റ്റ്. വന്യജീവികൾക്കൊരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. പല ആനത്താരകളും ഇന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഇന്ത്യയുടൻ, എനിക്കിത് സ്ക്രീനിൽ കാണാൻ മേല, ഇന്ത്യയുടൻ സാറിന് അറിയാം, മറയൂര് മുതൽ തേക്കടി വരെ ഒറ്റ ആനത്താരയായിട്ട് കിടന്നിരുന്ന മേഖലയാണ്. ഇന്നത് മുറിഞ്ഞ് ഫ്രാഗ്മെന്റഡ് ആയിട്ട് ആ പ്രദേശത്ത് തുണ്ടുവൽക്കരിക്കപ്പെട്ടു പോയി. സ്വാഭാവികമായിട്ടും ആന എങ്ങോട്ട് പോകും, അല്ലെ മറ്റു വന്യമൃഗങ്ങൾ എങ്ങോട്ട് പോകും? അത് ഈ ജനപ്രദേശത്തേക്ക് ഇറങ്ങുന്നതല്ല. അതിന്റെ പഴയ ആനത്താരക്കൂടെ വരുമ്പം അത് ജനവാസ മേഖലയായിട്ട് നമ്മൾ മാറ്റിയെടുത്തതിന്റെ ഒരു ഫലമുണ്ട് അതിനകത്ത്. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയൊക്കെ വെച്ചുകൊണ്ട് അത് വേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ നമ്മൾ തയ്യാറാവും. അത്തരം ഒരു ചിന്ത നമ്മുടെ ഇതിലില്ല. അതേപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു അനുഭവമാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ സർക്കാർ
ഒരു കാരണവശാലും അത് പഠിക്കില്ല എന്നുള്ള വാശിയില്ല. വനത്തിനും വന്യജീവികൾക്കും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യന് തന്നെ അറിയാലോ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അവന് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവന്റെ അസുഖങ്ങളുടെ ഇതിന് മാറ്റം വന്നിട്ടുണ്ട്, പുതിയ പുതിയ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. പുറത്ത് കണ്ടില്ലെങ്കിലും പെട്ടെന്ന് മരണം സംഭവിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യന് വരുമ്പോൾ നമ്മൾ പഠനം നടത്തും. പക്ഷെ വനത്തിനും വന്യജീവികൾക്കും ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാനോ കാലാവസ്ഥ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാനും നമ്മൾ തയ്യാറല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഇത് ചെയ്യേണ്ടതാണ്. മറ്റൊന്ന്, ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ വേറൊരു വലിയ കാരണം അനിയന്ത്രിതമായ അശാസ്ത്രീയമായ ടൂറിസം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ് ടൂറിസ്റ്റുകള് ആനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ഓടിക്കയറുക, വാഹനം എരപ്പിച്ചുകൊണ്ട് ചെല്ലുക. ഈ വാഹനം കൊണ്ട് അവർ കടന്നു പോകും. പിന്നെ തൊട്ടു പുറമേ വന്ന നാട്ടുകാരനായിരിക്കും ഇതിന്റെ ഫലം അനുഭവിക്കുന്നത്. കാരണം അവന്റെ നേരെയായിരിക്കും ഇത് തിരിയുന്നത്. ഇവന്റെ അല്ല വണ്ടിയെന്നോ അല്ല ഈ വണ്ടി അല്ല എന്നൊന്നും ചിലപ്പോൾ അതിനെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ തൊട്ടു മുമ്പിൽ കാണുന്ന ആളെ അത് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇപ്പൊ മാനന്തവാടിയിൽ തന്നെ നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന ആന എന്തോ കാരണവശാൽ വളരെ ഭ്രാന്തമായ രീതിയിൽ തിരിച്ചോടി വരുന്നു. അപ്പൊ ഇതുപോലെയുള്ള നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ടൂറിസം വലിയ ഒരു പ്രശ്നമാണ്, അനിയന്ത്രിതമായ ടൂറിസം. അപ്പൊ അത്തരം ടൂറിസങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. ടൂറിസം മാത്രമല്ല, പിൽഗ്രിം ടൂറിസം ഒരു പ്രശ്നമാണ്. പിൽഗ്രിം ടൂറിസത്തിന് നമ്മൾ അനുമതി കൊടുക്കുമ്പോൾ, ഇപ്പോ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഹിന്ദു വിരുദ്ധനായിട്ടോ ക്ഷേത്രവിരുദ്ധനായിട്ടോ ഒന്നും ചിത്രീകരിക്കരുത്. കാരണം ശബരിമലയുടെ ഒരു കാരിയിങ് കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഒരു പഠനവും നടത്തിയിട്ടില്ല. ഒരു ദിവസം എത്ര പേർക്ക് അവിടെ പ്രവേശിക്കാം, അതേപോലെ എത്ര പേരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റും, അതനുസരിച്ച് ആ ഒരു നിയന്ത്രിതമായ രീതിയിൽ കാരിയിങ് കപ്പാസിറ്റി പഠിച്ചിട്ട് ഈ പിൽഗ്രിം ടൂറിസം ആണെങ്കിലും കൊമേഴ്ഷ്യൽ ടൂറിസം ആണെങ്കിലും ക്യാരിയിങ് കപ്പാസിറ്റി പഠിച്ചിട്ട് അതനുസരിച്ച് വേണം ടൂറിസം സെന്ററിലേക്ക് ആളെ കടത്തിവിടാൻ. അല്ലെങ്കിൽ ആ ടൂറിസം സെന്ററുകളിൽ അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ മൂന്നാറൊക്കെ അത് വീർപ്പ് മുട്ടി അനുഭവിക്കുന്നുണ്ട്. മൂന്നാറിലെ കാലാവസ്ഥ തന്നെ മാറിപ്പോയി. ഇന്ന് പഴയ 40 നമ്പർ മഴ അവിടെ ഇല്ല. 40 നമ്പർ മഴ എന്ന് പറഞ്ഞാൽ എന്നെ ശ്രവിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വളരെ നൂൽവണ്ണത്തില് 24 മണിക്കൂറും പെയ്തുകൊണ്ടിരുന്ന ഒരു സൈസ് മഴയല്ല, ശരിക്കും അതൊരു മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത് കാണാനില്ല. 365 ദിവസത്തിൽ ഒരു ദിവസം പോലും ഇന്ന് മൂന്നാറിൽ ആ മഴയില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ വലിയ വ്യതിയാനങ്ങൾ നമ്മുടെ പ്രകൃതിയിലും കാലാവസ്ഥയിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത് വന്യജീവികളെ ബാധിക്കില്ലേ? അപ്പൊ ആ വന്യജീവികളുടെ അതിലുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാവുന്നത്. ഇനി ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാരണമില്ലാതെ ഇറങ്ങി വരില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പം ഇപ്പോ മൂന്നാറിൽ തന്നെ നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നതാണ്, വേസ്റ്റ് തിന്നാൻ പടയപ്പ എന്ന് പറഞ്ഞൊരു ആന വന്ന് നിൽക്കുന്നത്. അതായത് ഒരു പുല്ലുള്ള കാടാണെങ്കിൽ, തീറ്റയുള്ള കാടാണെങ്കിൽ ഈ വേസ്റ്റ് തിന്നാൻ ആന ഇറങ്ങി അവിടെ വരുമോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഇതിനെ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല മനുഷ്യ വന്യജീവി സംഘർഷം. അത് ലഘൂകരിച്ചുകൊണ്ട് ആ ലഘൂകരണത്തിൽ പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അതിന് നമ്മൾ രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടാവണം. മനുഷ്യന്റെ ഭാഗത്തും ഉണ്ടാവണം, അതേപോലെ തന്നെ മറുഭാഗത്തും അതിൻ്റെതായ അവർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും.